അപ്പം ജെറോണിമോ സ്റ്റിൽട്ടന് 3 കസിൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ 3 കസിൻസിൻ്റെ പേരാണ് ദിയ സ്റ്റിൽട്ടൻ, ക്രാഗ് സ്റ്റിൽട്ടൻ, ബെഞ്ചമിൻ സ്റ്റിൽട്ടൻ. അപ്പം ജെറോണിമോ സ്റ്റിൽട്ടൻ എന്ന് പറയുന്നത് മൗ സിറ്റിയിലത്തെ പ്രൂഡൻസ് ഗാസറ്റ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററാണ്. അപ്പം ഓൻ രാവിലെ എഴുന്നേറ്റ പാടും നേരെ ഒരു ഓഫീസിലേക്ക് പോയി. അപ്പം അവന് ഒരു കോൾ വന്നു. പക്ഷേ ആ ലാൻഡ് ഫോണിലത്തെ കണക്ഷൻ ഭയങ്കര മോശമായിട്ട് ഭയങ്കര കെറുകെറു ഒളിച്ച വന്നു. അപ്പോൾ എനിക്കൊരു വോയിസ് വന്നിട്ട് പറഞ്ഞു, ഈ എഡി കിഞ്ചർ കാസ്റ്റിൽ ഒരു സെറമണി ഉണ്ട്, അതിലേക്ക് വരണം. അപ്പം തന്നെ മനസ്സിലായി അത് ഓൻ്റെ അങ്കിൾ സാമുവലാണ്. എന്നിട്ട് ഓൻ എന്നാ സെറമണിന്ന് ചോദിക്കുമ്പം അങ്കിള് ഒന്നും പറയാണ്ട് കട്ടാക്കി. ഓൻ പോകുമ്പം അവന് ഓൻ്റെ 3 കസിൻസിനെ കൊണ്ടുപോകുന്നുണ്ടായി. പക്ഷെ കസിൻസ് പറഞ്ഞു, ഫസ്റ്റ് ദിയ സ്റ്റിൽട്ടൻ എന്ന് പറയുന്ന ഓൻ്റെ കസിനിലേക്ക് പറഞ്ഞു, എനിക്ക് പോകാനാവില്ല, അവിടെ ഭയങ്കര തണുപ്പാണ്, അങ്കിൾ സാമുവൽ ഒരു ടീച്ചറിന് പോലും പൈസ തരാവില്ല. പിന്നെ ക്രാബ് പറഞ്ഞു അവിടെ ഫ്രിഡ്ജിലൊന്നും ഉണ്ടാവില്ല, അങ്കിൾ സാമുവലൊന്നും തിന്നാൻ കൊണ്ടുവച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ബെഞ്ചമിൻ സ്റ്റിൽട്ടൻ പറഞ്ഞു അവിടെ ഒരു ലൈറ്റും ഉണ്ടാവില്ല, ഭയങ്കര പേടിപ്പെടുത്തുന്നതായിരിക്കും, അങ്കിൾ ഒരു കറണ്ട് ബില്ല് പോലും അടക്കില്ല അവിടെ. അപ്പോൾ അവസാനം എല്ലാവർക്കും ശരിയായിട്ട് എല്ലാവരും പോകാനായി. പക്ഷെ അങ്ങോട്ടുള്ള വഴി ഒരു മലയിൽ കൂടി, മലയുടെ ഇടയിൽ കൂടി ഒരു റോഡാണ്. അപ്പം അവസാനം അവരവിടെ എത്തിയിട്ട് ഡോർ തുറന്ന അവിടെ അങ്കിൾ സാമുവൽ ജെറോണിമോനെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ കരഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അങ്കിൾ ബിഗ് എന്ന് പറഞ്ഞ ആള് മരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ട് അവസാനം ഇവർ കിടക്കുമ്പം എന്തെല്ലാം സൗണ്ടെല്ലാം കേട്ടു, ഭയങ്കര പേടിപ്പെടുത്തുന്ന സൗണ്ട്. എന്നിട്ട് എങ്ങനെയല്ലോ അവർ ആ രാത്രി എങ്ങനെയല്ലോ പോയി. അപ്പം രാവിലെ എണീച്ചിട്ട് ഇവർ അങ്ങോട്ട് ആ റൂമിലേക്ക് പോകുമ്പം ആ ഇത് തുറന്നു നോക്കുമ്പോൾ ഇവർക്ക് എന്തോ പന്തികൾ തോന്നി. അപ്പോൾ ഇത് തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും ഉണ്ടായില്ല. അപ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെ ഓടി വന്നു. അപ്പോഴത്തേക്കും അത് നമ്മളെ അങ്കിൾ സാമുവലാണ്. അങ്കിൾ സാമുവലിനോട് ചോദിച്ചു, എന്നാണ് ഇതിൻ്റെ ഒന്നുമില്ലാത്ത ഈ ശവപ്പെട്ടിൻ്റെ ഉള്ളിൽ. അന്നേരം അങ്കിൾ സാമുവൽ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അത്ര ഇഷ്ടമില്ല ക്യാഷിലേക്ക്. ശരിക്കും എല്ലാവരും ഇവിടെ വന്ന് നിൽക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ അങ്കിളിന് ഇവിടെ ആരും വരണ്ട, അങ്കിളിന് തന്നെ ഇവിടെ സ്വന്തമായിട്ട് ഫുള്ള് ഈ ക്യാഷിലോട്ട് വന്ന ആഗ്രഹമുണ്ടായി. പക്ഷെ എല്ലാവരുടെ വരുന്ന പറയുമ്പോൾ അങ്കിളിന് ഭയങ്കര ദേഷ്യം തോന്നിയിട്ട് അങ്കിള് ഇങ്ങനത്തെ ഒരു സംഭവം ഒപ്പിച്ചു. അപ്പം ഇത് ഈ ഫാമിലിക്ക് എല്ലാവരും അറിഞ്ഞിട്ട് ഇവർ അങ്കിൾ സാമുവലിനോട് പറഞ്ഞു, നമ്മൾ ഇത് നിൽക്കുന്നില്ല, പക്ഷെ നമ്മൾക്കൊരു കണ്ടീഷൻ ഉണ്ട്, നമ്മളിങ്ങോട്ട് ക്ഷമിക്കാം, പക്ഷെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് ചിലപ്പോൾ വെക്കേഷനെല്ലാം വരും, നമ്മൾ എവിടെ വെക്കേഷന് പോയാലും അങ്കിൾ സാമുവൽ നമ്മളെ വെക്കേഷൻ്റെ എല്ലാ റൂമിൻ്റെ ചിലവും ഹോട്ടലിൻ്റെ ചിലവ് എല്ലാം ചിലവാക്കുന്നു. പിന്നെ വേറെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും, ഇവിടെ വന്ന് ചിലപ്പോൾ നിൽക്കും. അപ്പം ആ കണ്ടീഷൻ പറയുമ്പോൾ തന്നെ അങ്കിൾ സാമുവൽ തരാമെന്ന് വന്നു. അപ്പം ഈ സ്റ്റിങ്ങീസ് ഫാമിലിയും സ്റ്റിൽട്ടൻ ഫാമിലിയും ഉണ്ട്. അപ്പം ഇവരെല്ലാവരും സംസാരിക്കുമ്പം ഈ അങ്കിൾ ഗാഗ്രറ്റ് എന്ന് പറഞ്ഞ സ്റ്റിങ്ങീസ് നോട്ടിൻ്റെ ഏറ്റവും വലിയ ആള് ഇങ്ങനെ കുറേ തമാശയെല്ലാം പറഞ്ഞിട്ട്, അപ്പോഴത്തേക്കും ഈ അങ്കിൾ ഗാഗ്രറ്റ് ജെറോണിമോനെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എന്നാണ് ഒരാളോട് ഇഷ്ടമുണ്ട്. ജെറോണിമോ ഞെട്ടിയിട്ട് പറഞ്ഞു, ആരോടെന്ന് ചോദിച്ചു. അന്നേരം ജെറോണിമോൻ്റെ തന്നെ ആൻറ്റിയായ ആൻറ്റി സീനാന്ന് പറഞ്ഞൊരു ആൻറ്റി എന്നോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ജെറോണിമോ ഞെട്ടിപ്പോയി. അപ്പം ഒരു
അവസാനം ഇവർ രണ്ടാളും കല്യാണം ഉറപ്പിച്ചു. എന്നിട്ട് ഇവർ കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്കിൾ സാമിൽ വീണ്ടും തലകറങ്ങുന്നു. കാരണം അങ്കിൾ സാമിലാണ് ഈ കല്യാണത്തിന്റെ എക്സ്പെൻസും ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ അങ്കിൾ സാമിൽ തലകറങ്ങുന്നു. അവസാനം അങ്കിൾ കാരറ്റിന്റെയും ആന്റി സിനന്റെയും കല്യാണം